പുതിയ എന്തോ ഒരു ഐറ്റം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിക്കുന്നുണ്ട്. മിക്കവാറും ഇതൊരു ട്രെൻഡ് ആവാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ ഒരു ബേസ് ലെവലിൽ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. കൊച്ചിയിലൊക്കെ ഈ സംഗതി ഇപ്പോൾ ഭയങ്കര വൈറലാവുന്നു എന്ന് പറയുന്നു. അധികം ബിൽഡപ്പ് തരുന്നില്ല. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഹണ്ട് ചലഞ്ച്. മനസ്സിലായോ? പൈസ തപ്പി കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾ കൊച്ചിയിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഇത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എല്ലാ ജില്ലകളിലേക്കും പരക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ പോണ വഴിക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്ത മതിലിൻ്റെ പൊത്തിൽ കൈയിട്ട് നിൽക്കുന്നതോ, മരത്തിൻ്റെ കുറ്റിയിൽ പോയി കൈയിടുന്നതോ, ഇല്ലേ ഏതെങ്കിലും വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇടയിൽ കൈയിടുന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാച്ചുവിൻ്റെ മൂട്ടിൽ കൈയിടുന്നതോ ഒക്കെ ക്യാഷ് ഹണ്ട് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനെ വടികടിച്ച് തപ്പിത്തിരിഞ്ഞ് എന്തോ കാണാതെ പോയ വസ്തു തപ്പിത്തരയുന്നത് പോലെ ആരെങ്കിലും കുറച്ച് പേർ നിന്ന് തപ്പിത്തരയുന്നത് കണ്ടാൽ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, അത് ക്യാഷ് ഹണ്ട് ചലഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജടേ 69.7 ക്യാഷ് ഹണ്ട് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ്. അപ്പോൾ ഈ ക്യാഷ് ഹണ്ട് കൊച്ചിയിൽ ഒരു വീഡിയോ, അവരുടെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ആയിട്ടുള്ളത് അവർ 5-6 ദിവസം മുമ്പാണ്. അതായത് അവരുടെ ക്യാഷ് ഹണ്ട് ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് അവർ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോഴാണ്. ഹണ്ട് റാൻഡം ക്യാഷ് സ്പാൻസ് അറ്റ് കൊച്ചി. ഓക്കെ, ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്, റീപോസ്റ്റ് പ്രൂഫ് ഓഫ് കളക്ഷൻ ടു ക്ലെയിം മോർ റിവാർഡ്സ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ അപ്ഡേറ്റ് ക്യാഷ്ഡ് ഫേക്ക് അക്കൗണ്ട്സിനെ കുറിച്ചും അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഈ അക്കൗണ്ടിനകത്ത് ഇട്ടിട്ടുണ്ട്. അക്കൗണ്ട്സ് അറ്റംപ്റ്റിംഗ് ടു ടേക്ക് അവേ ദ ഫൺ ഔട്ട് ഓഫ് ഹണ്ട് വിൽ ബി ബ്ലോക്ക്ഡ്. പിന്നെ അതിൽ ഇംഗ്ലീഷും മലയാളത്തിലുമായിട്ട് ഒരു സമ്മാനമുണ്ടെന്ന് നടിച്ച് ഞാനായി ആൾമാറാട്ടം നടത്തുന്ന വ്യാജ വേട്ടയാടൽ അക്കൗണ്ടുകളെ കുറിച്ച് ദയവായി അറിഞ്ഞിരിക്കുക. മറ്റൊരു ID അക്കൗണ്ടുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. എൻ്റെ വേട്ടയാടൽ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മാത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് ഹണ്ട് കൊച്ചി. അപ്പോൾ സംഗതി വേറെ ഒന്നുമില്ല, 2-3 വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എന്താണ് ഈ ക്യാഷ് ഹണ്ട്? അതായത് പൈസ ബേസിക്കലി ഇവർ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കും. അതിൻ്റെ ക്ലൂ ആയിട്ട് ഇവർ സ്റ്റോറിയിലും ആ ഒളിപ്പിക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് റീലായിട്ടും പോസ്റ്റ് ചെയ്യും. അത് കണ്ട ആരെങ്കിലും ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സിറ്റിയിലുള്ള ആരെങ്കിലും ഈ സ്ഥലം മനസ്സിലാക്കി അവിടെ പോയിട്ട് ആ ക്യാഷ് എടുത്തതിന് ശേഷം വീഡിയോ എടുത്തിട്ട് ക്യാഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പേഴ്സണൽ ഇൻബോക്സിൽ അയച്ചു കൊടുത്താൽ, പ്രൂഫ്, അതായത് ക്യാഷ് കിട്ടിയ പ്രൂഫ് അയച്ചു കൊടുത്താൽ അവരവിടുത്തെ ആ ചലഞ്ച് അവിടെ കഴിഞ്ഞു. ഇതാണ്. ഇതിന് 500 മിനിമം തോന്നുന്നു. 500 വെച്ചാണ് ഞാൻ കണ്ടത്. എവിടെയോ ഒരു 200 നോട്ട് കൊണ്ട് എന്താണെങ്കിലും 1-2 ക്യാഷ് ഹണ്ട് സാധനങ്ങൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റിൽ 200 രൂപയുടെ നോട്ട് ഒളിപ്പിച്ച് വെച്ചാൽ പഴയത് പൊളിഞ്ഞോ മിനിയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു പഴയ പൊളിഞ്ഞ കാറിൻ്റെ നമ്പർ പ്ലേറ്റോ ബമ്പറോ ചുരണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് ക്യാഷ് ഹണ്ടാണ് മക്കളെ. പിന്നെ നമ്മുടെ മെക്ഡൊണാൾഡ്സ് ഏട്ടൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒരു 500 നോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ അവർ. പിന്നെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഇടയിൽ ഒരു 200 നോട്ട്. അപ്പോൾ ഇനി ആ സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകൾ അവിടെ തപ്പിപ്പോവും. എന്ത് കളിയുടെ പിള്ളേരത്. അടുത്തത് 500 നോട്ട് ഏതോ കല്ലിൻ്റെ പൊത്തിൽ കൊണ്ടുപോയി അതിന് മുകളിൽ ഒരു കല്ല് കൊടുത്ത് വെച്ച്, എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ ചുറ്റോറം കാണിച്ചു കൊടുത്ത്. എന്തോ പാർക്കാണ്. അപ്പം ഇനിയിപ്പോൾ ആ പാർക്കിന് പണി നടക്കുകയാണ്. അപ്പം ഇനി ആ ഭാഗത്ത് ഏതെങ്കിലും ഒരാളൊക്കെ തപ്പിപ്പോയിട്ട് അവിടെ ഇനി 500 കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വെറൈറ്റി സിനിമയുടെ ഫ്ലക്സിൻ്റെ മുകളിൽ. അപ്പോൾ സിനിമയ്ക്ക് ഒരു പ്രൊമോഷനായി. മൃദുഭാവേ ദൃഢഗാത്ര. ഇതാ സിനിമയല്ലോ, ഈ പയ്യൻ, സിനിമേൻ്റെ പയ്യൻ. ഇതിൽ സണ്ണി ലിയോണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പോസ്റ്ററിൻ്റെ മുകളിലൊരു 500 രൂപ. അങ്ങനെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ പാലത്തിൻ്റെ സൈഡിൽ, മതിലിൻ്റെ പൊത്തിൽ, മരത്തിൻ്റെ പൊത്തിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇവർ കാശ് ഇതേമാതിരി കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇവരുടെ സ്റ്റോറിക്കകത്ത് വരും ഹണ്ട് സൂൺ എന്ന് പറയും, തുടങ്ങുകയാണ്. ലാമ്പ് പോസ്റ്റും അതിൽ എന്തൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ 27 ഇതൊക്കെ ക്ലൂ ആണടേ. വേറൊരാൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റിൽ ഇവരെ മെൻഷൻ ചെയ്തിട്ട് ഇവർ ഹൈലൈറ്റിൽ ഇട്ടിട്ടുണ്ട്. പയ്യന്മാർ തപ്പി നടക്കുന്നത്, കാശിന് ഈ സ്ഥലം കാണിച്ചിട്ട് തപ്പി നടക്കുന്നത്. അപ്പം ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 500-200 വേണ്ടി നാട്ടുകാരെ മൊത്തം
ഗെയിം എന്നുള്ള രീതിയിലാണ് ഇവർ തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ മോണിറ്റർ ചെയ്യൂടെ. കാരണം ഇന്നിപ്പോൾ മനോരമ ന്യൂസിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ട്, ഇത്തരത്തിൽ പണം കൈമാറുന്നത് നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടി വരുമെന്നും എന്ന് പറഞ്ഞിട്ട് അജ്ഞാതന് ഒളിപ്പിച്ച പണം അപരിചിതർക്ക് ട്രെൻഡായി ക്യാഷ് ഹണ്ട് ചലഞ്ച്. വിചിത്രം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ വായിച്ചു തരാം. അജ്ഞാതൻ ജില്ലയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒളിപ്പിച്ച പണം കൈക്കലാക്കാം. ദിനം പ്രതി അപരിചിതർക്ക് ദാനം നൽകുന്നത് ആയിരക്കണക്കിന് രൂപ. 1000 അല്ലെങ്കിൽ 500 നോട്ടാണ്. ഇനിയിപ്പോൾ 2 ചലഞ്ച് വെച്ചാൽ 1000. ഓക്കെ, ആയിരക്കണക്കിന്. കഴിഞ്ഞ 2 ആഴ്ചയായി കൊച്ചിയിൽ ചർച്ചയായി ക്യാഷ് ഹണ്ട് ചലഞ്ച് സംഘം ഇപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കോഴിക്കോടും തുടങ്ങി സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിലും സജീവം. അപ്പം ഇനിയിപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ക്യാഷ് ഹണ്ടിൻ്റെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് പൈസ എടുക്കാൻ പോയ 2 യുവാക്കൾ തമ്മിൽ മരിച്ചു എന്നൊക്കെ ചിലപ്പോൾ കാണേണ്ടി വരും. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഇവിടെ അതും സംഭവിക്കും. ജില്ലയിൽ ഏതെങ്കിലും സ്ഥലത്ത് 100, 200, 500 നോട്ട് ഒളിപ്പിച്ച് വെക്കും. ചെടിച്ചട്ടികളിലോ കല്ലിനടിയിലോ ഒക്കെ ആയിരിക്കും പണം ഒളിപ്പിക്കുന്നത്. ശേഷം കാഴ്ചക്കാർ സ്ഥലം മനസ്സിലാക്കാനായി ഒരു ക്ലൂ കൂടി വീഡിയോയിലൂടെ നൽകും. വീഡിയോ കാണുന്ന കാഴ്ചക്കാരിൽ ആരെങ്കിലും സ്ഥലം മനസ്സിലാക്കി അവിടെ ചെന്ന് പണം എടുക്കുന്ന രീതി. പണം കൈക്കലാക്കിയ ശേഷം വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ക്യാഷ്ഡ് എന്ന് കമൻറ്റ് ചെയ്യുന്നതോടെ ചലഞ്ച് പൂർത്തിയാകും. വിദേശ രാജ്യങ്ങളിലാണ് ചലഞ്ച് ആദ്യമായി തുടങ്ങിയത്. അത് അങ്ങനെയാണല്ലോ. ക്യാഷ് ഹണ്ട് കൊച്ചി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ചലഞ്ച് അടുത്തിടെ കേരളത്തിൽ വൈറലായത്. പിന്നാലെ തിരുവനന്തപുരം ചലഞ്ച് എത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം 2000 രൂപ ഇത്തരത്തിൽ നൽകിയെന്ന വീഡിയോ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ക്യാഷ് ഹണ്ട് പേജുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയാണ്. കോഴിക്കോട്, കൊല്ലം, പാലക്കാട് എന്നീ വിവിധ ജില്ലകളിലെ പേരിൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ നിർമ്മിച്ച് ക്യാഷ് ഹണ്ട് നടത്തുന്നു. കണ്ണിൻ്റെ ചിത്രമാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചിത്രമായി ഗ്രൂപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇലുമിനാട്ടിയ 10ലധികം വരുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളുടെ പേജ് ഡിസ്ക്രിപ്ഷനും ഒരേ തരത്തിലാണ്. ക്യാഷ് ഹണ്ട് ഹൈദരാബാദ് എന്ന പേരിൽ ആരംഭിച്ച പുതിയ പേജും ഇതേ പ്രൊഫൈൽ ചിത്രം ഡിസ്ക്രിപ്ഷനുമായി നൽകിയിട്ടുണ്ട്. ഒരേ പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ച് വിവിധ ജില്ലകളിൽ ഇത്തരം പണം നൽകുന്നത് ഏതെങ്കിലും സംഘമാണോ വ്യക്തിയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വിവിധ ജില്ലകളിൽ ഇപ്പോൾ ക്യാഷ് ഹണ്ട് നടക്കുന്നതായാണ് സൂചന. ഭാഗ്യശാലികളുടെ ക്യാഷ് ഹണ്ട് പേജുകളിലൂടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ലോട്ടറിക്ക് ഇതൊരു അടിയാവോടെ. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ റീച്ചിന് വേണ്ടി മാത്രമാണോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനു ഇതിനു പിന്നിലുണ്ടോ കാര്യം വ്യക്തമല്ല. നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ പണം കൈമാറുന്നത് നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും സൈബർ സെൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഓക്കെ, ഈ ഫ്ലാഷ് കണ്ണിലടിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ മലയാളം വായിക്കാൻ തപ്പും. ഫ്ലാഷ് കൂടി കണ്ണിലടിച്ചാൽ നോക്കണ്ട. അപ്പോൾ സംഗതി ഇതാണ് ക്യാഷ് ഹണ്ട് ചലഞ്ച് എന്ന് പറഞ്ഞൊരു സംഗതി. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇത്തരത്തിൽ കൈമാറുന്നത് ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100, 500 ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയിട്ട് അത് വേറെ ആൾ വളരെ നോർമലായിട്ട് പോയിട്ട് എടുത്തത് ഒരു ഗെയിമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വലിയൊരു വിഷയമാണെന്നത്. പക്ഷേ ഇത് എന്താ വിഷയം സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളനോട്ടോ അങ്ങനത്തെ വല്ല സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ കളി മാറും. ഓക്കെ, പിന്നെ ഇതേപോലെ 500, 1000 വെച്ച് പോയിട്ട് അത് തപ്പാൻ പോയിട്ട് അതിൽ അപകടം സംഭവിക്കും. ഇപ്പോൾ തമ്മിലടിയാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയാവുക. ഇല്ലിപ്പോൾ വല്ല ഷോപ്പിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചൊരു 10-200 ആൾ ഒരു ഷോപ്പിക്കാണ്ട് ഓടിപ്പോയി. 500 നോട്ട് കിട്ടുകയാണെങ്കിൽ 100 ആൾ എന്തായാലും പോവുക. അതാണ് ഇപ്പോൾ കണ്ടുവരുന്ന നമ്മളെ നാട്ടിലൊരു അവസ്ഥ എന്ന് പറയുക. 100-നും 200-നും 500-നും ഒക്കെ വില ഉണ്ടടേ. കാശല്ലേ, വെറുതെ കിട്ടുന്നതാണെന്ന് വിചാരിച്ച് ചാടിക്കറിയാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പല സ്ഥലം, ഇപ്പോൾ ഒരു പാലത്തിന് മുകളിൽ സപ്പോസ് ഒളിപ്പിച്ചു എന്ന് വിചാരിച്ചോ, അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഒറ്റയടിക്ക് ഇത് കണ്ടിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു 10-50 ആളുടെ ഓടി കയറിയ പാലം ബ്ലോക്കാവും. കാരണം തിരയാൻ കുറച്ച് സമയം പിടിക്കുള്ളൂ ഇത് എവിടെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും വരാം. ഓക്കെ, തിരക്ക് വരാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പബ്ലിക് ന്യൂസൻസ് ആവാനുള്ള ഒരു ചാൻസ് മേ ബി കാണുന്നുണ്ട്. കള്ളനോട്ടിൻ്റെയൊക്കെ സാധ്യത ഇപ്പം പറഞ്ഞ പോലെ ഇവരെ ഇതിപ്പോൾ ജെനുവിനായിട്ട് ആരെങ്കിലും ഇത് ഗെയിം പോലെ തുടങ്ങിയതാണെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മുതലെടുക്കുന്ന ടീമുകളാരെങ്കിലും ചിലപ്പോൾ അങ്ങനെയും ചെയ്യാം.
ഇല്ലെങ്കിൽ ക്യാഷ് ഹണ്ടിൻ്റെ പേരിൽ ഇതേപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനൊക്കെ വിളിച്ച് വരുത്തിയിട്ട് പിന്നെ അവരെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് വിളിച്ച് വരുത്തിയിട്ട് അവരടിച്ചിട്ട് പോയി എന്ന് കേൾക്കാം. അങ്ങനെയൊക്കെ അത് കേരളം ആയതുകൊണ്ട് നമ്മളെ നാട് എനിക്ക് ഒരു വിശ്വാസമല്ല. എന്തെങ്കിലും ഒരു സാധനമൊക്കെ പുതിയതായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആളുകൾ കംപ്ലീറ്റ്ലി പിന്നെ അതിക്കാണ് ചാടും. പിന്നെ ചിലരിപ്പോൾ ഓക്കെ എന്താണെന്നുണ്ടെങ്കിലും ക്യാഷ് ഹണ്ടിൽ എന്താണെങ്കിലും എനിക്കൊരു 1000-500 രൂപ ഒരു ദിവസം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൊച്ചി ഭാഗത്തു നിന്ന് ക്യാഷ് ഹണ്ടിൻ്റെ ചാനലിൽ ഞാൻ ക്യാഷ് ഹണ്ടിൻ്റെ പേജിൽ എന്തെങ്കിലും വരുന്നുണ്ടോ, ഇന്ന് എവിടെയാണ് ചലഞ്ച് നോക്കിയിരുന്നിട്ട് പണിക്ക് പോകണ്ട. പണിക്ക് പോയാലും കിട്ടും 500-1000. ക്യാഷ് ഹണ്ടിന് പോയാലും 1000-500 ക്യാഷ് ഹണ്ടിന് വോട്ട് പോകുന്ന ഇരിക്കും. അങ്ങനെ ആളുകളുണ്ടാവും കൂടെ. പാകം മൊത്തം ഇപ്പോൾ ട്രെൻഡ് ആവുന്നത് ക്യാഷ് ഹണ്ടാണ്. ഇനി അങ്ങോട്ട് ട്രെൻഡ് ആവുന്നതും ക്യാഷ് ഹണ്ടായിരിക്കും. അതിന് മുന്നേ എന്താണെങ്കിലും സൈബർ സെല്ലും ഭാഗം പൈസ ഇൻവോൾവ് ആകുമ്പോൾ നമ്മളെ സിസ്റ്റം നോക്കില്ല എന്താണെങ്കിലും അവർ കുറച്ച് ഇടപെടും. നോക്കാം ഇതെന്ത് ട്രെൻഡ്, ഈ ട്രെൻഡ് എന്താവും, ഈ ട്രെൻഡ് എവിടെ വരെ എത്തും എന്നുള്ളത്.